സർക്കാർ വകുപ്പുകൾക്ക് ഇന്ധനം കടം നൽകാൻ കഴിയില്ലെന്ന് പമ്പുടമകൾ. കുടിശ്ശിക തുക ഉടൻ തന്നു തീർക്കണമെന്ന് ചൂണ്ടിക്കാണിച്ച് പമ്പുടമകളുടെ സംഘടന മുഖ്യമന്ത്രിക്കും വിവിധ വകുപ്പുകൾക്കും കത്തയച്ചു. 1000 കോടി രൂപയുടെ കുടിശ്ശികയുണ്ടെന്നാണ് കത്തിൽ പറയുന്നത്. വിഷ്ണു സുരേഷ് ഈ കുടിശ്ശികയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. വിഷ്ണു, അത്ര കൂടുതൽ കടം കൊടുത്തോ? ഇതൊക്കെ കടം കിട്ടരുതെന്നായിരുന്നു നമ്മുടെയൊക്കെ ഒരു ധാരണ. അത്രയും കടമുണ്ട് എന്നുള്ളതാണ് പമ്പുടമകളുടെ ഒരു കണ്ടെത്തൽ, അല്ലെങ്കിൽ അവരുടെ ഒരു പങ്കുവെക്കുന്ന ആശങ്ക. അതായത് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ സർക്കാർ വകുപ്പുകളിൽ നിന്ന് ഈ വാഹനങ്ങൾ പെട്രോൾ പമ്പിലേക്ക് എത്തുകയും വൗച്ചർ ഒപ്പിട്ട് തിരികെ കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷെ അത് പണമായി അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം വന്നതോടുകൂടി പെട്രോൾ പമ്പ് മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരുന്നു. നേരത്തെ പെട്രോൾ കമ്പനികൾ ഈ പെട്രോൾ പമ്പ് ഉടമകൾക്ക് ക്രെഡിറ്റ് നൽകിയിരുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. പക്ഷേ 2 ആഴ്ച മുമ്പ് ആ സമ്പ്രദായം അവർ നിർത്തി. അതാണ് ഇവരെ കൂടുതൽ വലിഞ്ഞു മുറുക്കിയത്. ആ പശ്ചാത്തലത്തിലാണ് ഇനിയിപ്പോൾ സർക്കാർ വാഹനങ്ങൾക്ക് കടത്തിൽ ഇന്ധനം നൽകാനാകില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുള്ളത്. അത് ചൂണ്ടിക്കാണിച്ച് സർക്കാരിന് കത്തയച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും ഒപ്പം വിവിധ ജില്ലാ കളക്ടർമാർക്കുമാണ് കത്ത് നൽകിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കുടിശ്ശികയുള്ളത് പോലീസ് വകുപ്പിനാണ്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിലാണ്. ഏകദേശം 300 മുതൽ 400 കോടി രൂപയാണ് ഈ പോലീസ് സ്റ്റേഷനിലെ ജീപ്പുകൾക്ക് ഇന്ധനം നൽകിയതുമായി ബന്ധപ്പെട്ട പണം ഈ പെട്രോൾ പമ്പ് ഉടമകൾക്ക് ലഭ്യമാക്കാനുള്ളത്. എത്രയും പെട്ടെന്ന് ഈ കുടിശ്ശികയുടെ ഒരു ഭാഗമെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവർ വലിയ പ്രതിസന്ധിയിലാകും. അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങൾക്ക് ഇനി പെട്രോൾ അടിക്കാൻ പോലുള്ള സംവിധാനങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനത്തെ ഒന്നാകെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും നടപടി വേണം എന്നുള്ളതാണ് പമ്പുടമകളുടെ ആവശ്യം. അതിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ തെരഞ്ഞെടുപ്പ് ഒക്കെ അടുത്ത് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ, ചട്ടം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പണം അനുവദിക്കുന്നതിന് സാങ്കേതികമായ തടസ്സമുണ്ടെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.